രാവിലെ പിള്ളേരെ അയച്ചുവിടാനായിട്ട് വന്നതാണ്. ചോറ് വിളമ്പി കൊടുക്കണ തവി വല്ല കോഴീനെ പിടിക്കാനായിട്ട് നോക്കി നടക്കുകയാണ്. അക്കിരാനെ ഇതാ കൂട്ടി കയറ്റി. ആണെങ്കിൽ പൊളിച്ചടുക്കി താഴെ വരില്ല. ഈ കൂടിനകത്ത് കയറ്റിയാലുണ്ടല്ലോ, ഈ പലകയില്ലേ, അത് സ്ക്രൂ ചെയ്തിട്ടില്ല. ചെറിയ കഷ്ണങ്ങൾ പലക ആയതുകൊണ്ട് അവളത് ഓരോന്നോരോന്ന് ഇളക്കി അവൾ താഴെ ഇറങ്ങി വരും. അവിടെ ഇടുവാണെങ്കിൽ അവിടെ കിടന്നോളൂ. അവിടെ പിന്നെ സിമെൻറ്റ്. ഇതെന്നാ വല്ല നോക്കിക്കണേ, കോഴി അതിൽ കയറുന്നുണ്ടോയെന്ന് നോക്കണേ. അത് അവക്കടെ കാര്യത്തിന് നമുക്ക് നേരമില്ല. ഇതുണ്ട് എൻ്റെ താമരക്കുളം. മീനിനെ കാണണം. ഒരു 1,00,000 കൂടുതൽ മീൻ കാണും. ചുമന്ന കളറെങ്കിൽ സാധാരണ ഗപ്പികളും. കാണാവോ? ആർക്കെങ്കിലും വേണമെങ്കിൽ അയച്ചു തരാനൊന്നും പറ്റത്തില്ല. ഇവിടെ ഒന്ന് മേടിച്ചു പോവാം. ഇതൊരു താമരമുട്ട ഉണ്ടായി വരുന്നുണ്ട്. ഈ ഇലയൊക്കെ വലിയ ലീഫ് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അടുത്തോടെ മുട്ടും കൂടെ വരേണ്ടതാണ്. ആ ചുമന്ന മീനുകൾ കണ്ടോ, അതൊക്കെ ഇത്ര വലിയ ടാങ്കിലിട്ടുകൊണ്ടാണ് ഇത്ര വലിയ മീനായത്. അല്ലെങ്കിൽ ചെറിയ മീനുകളായിരിക്കും കേട്ടോ. ഇതെല്ലാം അടുത്ത പണിക്ക് പോവാണ്. പുല്ല് വേണോടി? പുല്ല് വേണോ? ഞാൻ പുല്ല് കുറച്ച് തരാം. പുട്ടോ വേണ്ട, അത് പുഴുങ്ങിയ പഴുത്ത് പോയതല്ലേ. ഈ പുല്ല് എന്നാ അല്ല, എന്നാടി പുല്ല് വേണം, പുല്ല്. അവരുടെ വയറ്റിൽ വല്ല കുഴപ്പമുണ്ടെങ്കിൽ അവർ തന്നെ അത് ശരിയാക്കുന്നതാണ് അങ്ങനത്തെ പുല്ല് കഴിച്ച്. എൻ്റെ പയറ് കണ്ടോ, പയറും പാവലും കണ്ടോ. ചില പ്രാണികളൊന്നും കയറിക്കൂടാ. കോഴികൾ തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നിരിക്കുവാണ്. നേരം വെളുക്കട്ടെ കോഴി. രണ്ടുപേരും ഏറ്റി കുത്തിയിരിക്കുകയാണോ? എന്താ മുറ്റടിക്കണം. കുറേ ജോലികളുണ്ട്. ഇവിടെയൊക്കെ അടിച്ച് കളയണം. ചീനയിലെ ആദ്യത്തെ വിളവെടുപ്പ്. മുളക് കിട്ടും. ഇവിടെ ചീനയിൽ മുളക് നിൽക്കുന്ന കണ്ടായിരുന്നു, പഴുത്ത്. ഞാന് വാ. അതിൽ ഓരോന്ന് നമുക്ക് അന്നന്നത്തേക്ക് വേണ്ടിയിട്ട് കിട്ടിയാൽ മതി. ഇത്ര മുളകൊക്കെ മതി. ഇവിടെ മുളകിന് ചിലവ് കുറവാണ്. ഇത് കുരുമുളക് കണ്ടോ. ഞാനിപ്പോൾ ആ കുരുമുളക് അന്നന്ന് പറിച്ച് അരയ്ക്കുക. നമ്മുടെ ആവശ്യത്തിനുള്ള ഒരു കുരുമുളക് ചെടി എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കണം. എന്താ തീറ്റ തരാം കേട്ടോ, തരാം എല്ലാവർക്കും തരാവേ. ചുമ്മാ അട ഉണ്ടാക്കാം, കറിയുണ്ടല്ലോ.
ഞാൻ ഇവിടെ നിന്നാണ് നിങ്ങൾ പൊറോട്ട ഒന്ന്